മിനിറ്റിന് മാറി മാറി കാര്യങ്ങൾ പറയുന്ന ട്രംപ് കാരണം ലോകത്തിനുണ്ടാകുന്ന ഭീഷണിയും നഷ്ടവും ചെറുതല്ല. ട്രംപ് കാരണം ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. പ്രത്യേകിച്ച് കേരളത്തിനുണ്ടാകുന്ന നഷ്ടം ഭയാനകമാണ്, ഭീതിജനകമാണ്. അപ്പോൾ ഇന്നലെ ട്രംപ് പറഞ്ഞു യുദ്ധം ഉടനെ അവസാനിപ്പിക്കുകയാണ്, ഇനി ഞങ്ങളങ്ങ് പോവും, അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞു. അത് ഒരു 2 ആഴ്ച അല്ലെ 2 വീക്സ് ഓർ 3 വീക്സ് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. അമേരിക്ക പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇറാൻ്റെ മൂക്ക് കണ്ടിച്ച് കളയും എന്നുള്ള രീതിയിലാണ്, അവരെ തകർത്ത് കളയും എന്നാണ്. അവർ തകരാനായിട്ട് കാത്തിരിക്കുന്നവരാണ് ഇറാൻ. അപ്പോൾ അതിനവർ പ്രതികരിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇറാനും ഇസ്രായേലും കൂടെ ചേർന്ന് ഉള്ള ആക്രമണത്തിൽ ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർത്തു. അത് വലിയ നഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഇറാനുണ്ടാവും, അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ തകർത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി ഞങ്ങൾ ഇവിടുത്തെ പവർ പ്ലാന്റുകളെ തകർക്കുമെന്ന് പറഞ്ഞു. അവിടുത്തെ പവർ പ്ലാന്റുകളെ തകർക്കാൻ പോയാൽ അവർ ചെയ്യുന്ന എന്തെന്നറിയോ, ഇതേപോലെ ഈ കുടിവെള്ളത്തിൻ്റെ പ്ലാന്റുകളുണ്ട് ഇവിടെ ഗൾഫ് കൺട്രീസിലെല്ലാം. സലൈൻ, അതായത് ഡീസലൈനൈസേഷൻ നടത്തിയാണ് അവർ വെള്ളം എടുക്കുന്നത്. കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് കുടിവെള്ളമാക്കി അവർ മാറ്റുന്നത്. അതിന് വലിയ പ്ലാന്റുകളുണ്ട്. ആദ്യം ഇവർ തകർക്കുമെന്ന് പറഞ്ഞു. ഇനി അതുകൂടാതെ ബാക്കി ഇതേപോലുള്ള പവർ പ്ലാന്റുകൾ ഈ ഗൾഫ് കൺട്രീസിലുള്ളത് മുഴുവൻ അവർ തകർക്കുമെന്ന് പറഞ്ഞു. ഇതിന് പകരമായിട്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ജോർദാനിൽ ഉള്ള അമേരിക്കൻ താവളം ആക്രമിച്ചു, അവിടെ മിസൈലിട്ടു, നടത്തി. വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇതിപ്പോൾ ഈ യുദ്ധം ഉടനടിയൊന്നും തീരത്തില്ല. കാരണം ഒരു മാനസിക രോഗി കാരണമാണ് ഇത് മുഴുവൻ ഉണ്ടാകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. കഷ്ടമാണ്. ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു 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 അപരാധമാണ് ഈ കാണിക്കുന്നത്. ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടല്ല അല്ലേ ഇത്. ഇയാളങ്ങ് തീരുമാനിക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇറാന് മേളിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അത് കാരണം എന്തെന്നറിയോ, ഇറാൻ എണ്ണ വയ്ക്കാൻ പറ്റത്തില്ല. നല്ല തൻ്റെ ഉള്ളവന്മാർ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന അവിടുന്ന് ഇറാനിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത് ചൈനയാണ്. ആ ഉപരോധമൊന്നും ചൈനയ്ക്ക് ബാധകമൊന്നുമല്ല, നീ ഓടാവില്ലേ എന്ന് പറയും അവർ. അതാണ് കാര്യം. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ഉപരോധം ഉണ്ട്, അമേരിക്കയുടെ ഉപരോധമല്ലേ, അത് വേണോ വാങ്ങിക്കാൻ പാടില്ല, അത് വാങ്ങിച്ചില്ല. അപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാം, ഒരൊറ്റ ഒരു കപ്പൽ നിറച്ചുള്ള ഇറാൻ എണ്ണ അവിടുന്ന് ക്രൂഡ് ഓയിൽ വരികയായിരുന്നു. അത് ഇന്ത്യയിലേക്ക് അയച്ചതാണ്. അപ്പോൾ ഇറാൻ്റെ ഉപരോധം അങ്ങ് നീക്കി. ഇറാൻ്റെ ഉപരോധവും റഷ്യയുടെ മേളിലുള്ള ഉപരോധവും ട്രംപ് നീക്കിയത് കാരണം അവർ 30 ദിവസത്തേക്ക് നീക്കുന്നില്ലേ പറഞ്ഞു. അത് കാരണം ഇന്ത്യക്ക് ഇറാനിൽ നിന്ന് ഇതുപോലെ ഒരു കപ്പൽ എണ്ണ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. ഗുജറാത്തിലെ തുറമുഖത്തോട്ട് തുറമുഖത്ത് അടുക്കേണ്ടതാണ്. അപ്പോൾ അത് അടുക്കാറായപ്പോഴത്തേക്ക് ഇനി എത്താറായപ്പോൾ അത് വഴി തിരിച്ച് അവരങ്ങ് വിട്ടു ചൈനയിലേക്ക്. അതങ്ങ് പോയി, ഇനി കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഇന്ത്യയിലുള്ള വിരോധം കൊണ്ട് ചെയ്തതല്ല, പേയ്മെൻ്റാണ് പ്രശ്നം. ഈ പണം കൊടുക്കാനുള്ള മാർഗമുണ്ടല്ലോ, അതായത് ഇത് ബാങ്ക് വഴിയാണല്ലോ ഈ പണം കൊടുക്കേണ്ടത്. ഇതിന് ബാങ്ക് വഴി പണം കൊടുക്കാൻ ഈ ഉപരോധമൊക്കെ നേരത്തെ ഏർപ്പെടുത്തിയിരുന്നുകൊണ്ട് ബാങ്ക് ഇടപാടുകൾക്ക് ഒരുപാട് തടസ്സമുണ്ട് ഇന്ത്യക്ക് ഈ ഇറാനുമായിട്ട്. ചൈനയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതൊന്നും ഒക്കത്തില്ല, അവരുടെ കറൻസിയിൽ അവർ ഇഷ്ടമുള്ളത് ചെയ്തോളും, അവർക്കത് പ്രശ്നമൊന്നുമല്ല. ഇന്ത്യക്ക് പണം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതിന്. അത് കാരണം എന്താണെന്നറിയോ, ഇത് അങ്ങ് വഴി തിരിച്ചു വിട്ടു, അതങ്ങ് പോയി. അല്ല, അത് നമുക്ക് കിട്ടേണ്ടതാണ്. എന്തുമാത്രം നഷ്ടം ഇതുമൂലം ഉണ്ടാവുമെന്നറിയോ, വിലക്കയറ്റം ഉണ്ടാവും വീണ്ടും. അത് വില കൂട്ടുന്നത് കുറ്റമല്ല, കാരണം ക്രൂഡ് ഓയിലിന് ഇതുപോലുള്ള വില കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ വില കുറയാതിരിക്കുന്നിടത്തോളം കാലം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില കൂടും. വില കൂടുമ്പോൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിക്കും. നമ്മുടെ ജനജീവിതം എന്ന് പറയുന്നത് ഇവിടെ ദുസ്സഹമായിട്ട് മാറും. അമേരിക്കയെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടലെടുക്കുക, എനിക്ക് ആവശ്യമില്ല, അത് വേണ്ടവന്മാരെ എടുത്തോട്ടെന്ന്, റെഡിയാക്കിക്കോട്ടെന്ന്. വേണ്ടവർ അതെടുത്തോട്ടെന്ന്. ഇയാൾ പോയി അവിടെ കുഴപ്പമുണ്ടാക്കി വെച്ച് ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഇയാൾ മാറിയെന്ന് പറയുക, എനിക്ക് എൻ്റെ കാര്യമൊന്നുമില്ല. ഇതുപോലെ അഹങ്കാരം പറയുന്ന ഒരാളെ ആലോചിച്ച് നോക്കിക്കോളൂ.
ഇയാൾ ലോകത്തെ ആരാന്ന് വിചാരിച്ചാണ്? അമേരിക്കയിലെ വിവരം കിട്ടവന്മാരാണ് ഇയാളെ തിരഞ്ഞെടുത്തത് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ ആരെങ്കിലും സ്വബോധമുള്ളവർ ഇയാളെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുമോ? എനിക്ക് സംശയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു നേതാവിനെയും നമുക്ക് ലോകത്ത് വേറെ കാണാൻ കിട്ടത്തില്ല. ഇതേപോലെ തൻ്റെ ഇടമായിട്ട് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അയാൾ പറഞ്ഞ എന്താണെന്നറിയോ, അത് അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി, ഈ ഫ്രാൻസിൻ്റെ കാര്യം ഫ്രാൻസ് നോക്കിക്കോളാം. അതാണ് അവിടെ. അതിലേക്കൂടെ ഒന്നും വിമാനമൊന്നും പറഞ്ഞാൽ നോക്കത്തില്ല. ഇനി ആ രീതിയിലായി. ഇപ്പം പണ്ട് ഇയാൾ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് പകരം ഇപ്പം അമേരിക്കയ്ക്ക് ഒരുപാട് രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇറാൻ തകരുന്നതോടൊപ്പം അമേരിക്കൻ തകരും, സംശയമൊന്നുമില്ല. ഇറാൻ കൂടുതൽ നാളൊന്നും ചിലപ്പോൾ പിടിച്ചു നീക്കാൻ പറ്റത്തില്ലെന്ന് ആയിരിക്കും അവർക്ക്. പക്ഷേ എളുപ്പമൊന്നും അവരെ കീഴടങ്ങത്തൊന്നുമില്ല. അവർ പറഞ്ഞാൽ ഈ പാലം തകർത്താലൊന്നും ഞങ്ങൾ കുലുങ്ങത്തില്ലെന്ന് അവർ പറഞ്ഞു. പാലം തകർത്താലൊന്നും ഞങ്ങൾ കുലുങ്ങത്തില്ല, പ്രശ്നമൊന്നുമില്ല, ആ രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് ഇവിടുത്തെ പവർ പ്ലാന്റ് ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടി അവർ ഉടനടി ചെയ്യും. ചെയ്യുന്നത് ഈ അമേരിക്കയ്ക്കല്ലല്ലോ അതിൻ്റെ നഷ്ടം വരുന്നത്, ഇതുപോലെ ഗൾഫ് കൺട്രീസ് ബാക്കിയുള്ളവർക്കല്ലേ നഷ്ടം വരുന്നത്. ഈ കലക്കവെള്ളത്തെ മീൻ പിടിക്കാൻ കാത്തിരിക്കുകയാണ് ഇസ്രായേൽ. കാരണം ഇസ്രായേലിന് എങ്ങനെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കണം, മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കണം, അത് പിടിച്ചടക്കണം, അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കണം എന്ന് നോക്കിയിരിക്കുകയാണ്. അതിനുള്ള മാർഗം ഉണ്ടാക്കും. കാരണം അമേരിക്കൻ പ്രസിഡന്റ്, ട്രംപ് കളഞ്ഞിട്ട് പോകും, മാർഗമില്ല. ഈ ന്യായമൊക്കെ പറഞ്ഞാലും അയാൾക്ക് വേറെ മാർഗമൊന്നുമില്ല. ഇനി എന്താണെന്നറിയോ, പുതിയ വാർത്ത വരുന്നത്, അയാൾ ഉടനടി അതായത് വീണ്ടും അധിക ചുങ്കവും പിഴയും ഒക്കെ ഈ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്താൻ പോകുന്നതാണ്, മറ്റ് രാജ്യങ്ങൾക്ക്. അതാണ് ഇനി വരുന്ന വാർത്ത. കാരണം അമേരിക്കയ്ക്ക് പൈസ വേണമെന്ന്, നഷ്ടം, യുദ്ധം നടത്തിയേ ഇയാളീ പൊട്ടിച്ച് കളഞ്ഞ കാശ് മറ്റ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കണം. അതിനുള്ള പരിപാടിയാണ് ഇനി അടുത്തത്. ഞാൻ പറയുന്നത്, ഈ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇറക്കുമതി, അത് അവിടെ നിന്നുള്ള ഇറക്കുമതിയൊക്കെ അങ്ങ് കളയണം ആളുകൾ, വേണ്ടെന്ന് വെക്കണം. മറ്റ് രാജ്യങ്ങൾ, മറ്റ് മാർക്കറ്റുകൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് വളരെ വലിയ കോൺസിക്വൻസ് ഉണ്ടാക്കും. ഇപ്പോൾ ഇയാൾ ഒരുപാട് പിഴത്തീരുവയും അധിക തീരുവയൊക്കെ ഇപ്പോൾ ചുമത്താൻ പോവുകയാണ്. വീണ്ടും ചുമത്തുന്നത് അവിടെ പണം ഈടാക്കി കൊടുക്കണം, ഇല്ലേ പ്രശ്നമാണ് അവിടെ. ആ രീതിയായി. കാരണം അവിടെ ജീവിതം ദുസ്സഹമായിട്ട് മാറുകയാണ്. വലിയ കടക്കണിയിലാണ് അമേരിക്ക. അത് വലിയ രാജ്യമൊക്കെ തന്നെയാണ്, കാര്യമൊക്കെ ശരിയാണ്, വലിയ ശക്തിയാണ്. ഇന്നലെ ഇരുന്നുകൊണ്ട് അടിച്ച് വിടുന്നത് കേൾക്കണമല്ലോ. നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ പവർ ഉള്ളത് നമുക്കാണ്, ഇതാണ് അമേരിക്കയാണ് ഏറ്റവും വലുത്, USA ആണ് വലുതെല്ലാം സമ്മതിച്ചു സാറേ. ഈ സംഭവം ഒന്ന് നിർത്തി തന്നിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ പാവപ്പെട്ടവർക്ക് കഞ്ഞി കുടിച്ച് കിടക്കാമായിരുന്നു. അതില്ലാതാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ നീണ്ട വർത്തമാനം അടിക്കുന്നത്. ഇന്ന് മാത്രമോ ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് പറയുന്നതല്ലല്ലോ, ഇപ്പം പറയുന്നതല്ല, അടുത്ത മിനിറ്റിൽ പറയുന്നത്. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, അടുത്ത മിനിറ്റിൽ പറയുന്നത്. സാധാരണ ഒരാൾക്ക് കാലം കഴിയുമ്പോൾ ഇത് ഒന്ന് മാറ്റി സ്റ്റാൻഡ് മാറ്റി നമുക്ക് മനസ്സിലാവും. പക്ഷെ അതല്ലല്ലോ, ഒരു സ്ഥിരബുദ്ധിയുള്ള ആളെപ്പോലെ അല്ല ട്രംപ് സംസാരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ്.